നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തേജസ് ന്യൂസ് നടത്തുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മണ്ഡല കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് എറണാകുളം മണ്ഡലത്തെക്കുറിച്ചാണ് അന്വേഷണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലെ UDFന്റെ ഉറച്ച കോട്ടകളിലൊന്നാണ് എറണാകുളം. ഹൈബി ഈഡനാണ് ഇക്കുറി UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥി CPMലെ P രാജീവനാണ്. ഏതാനും ആഴ്ചകളായി നടന്നു വന്ന ചൂടേറിയ ചർച്ചകൾക്കിടയിലും നിലവിലെ MPയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രൊഫസർ KV തോമസ് തന്നെയാകും ഇത്തവണയും UDF സ്ഥാനാർത്ഥിയായി എത്തുകയെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ. താൻ തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥിയാവുകയെന്ന നിലയിൽ KV തോമസ് ഒരു വർഷം മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിയിരുന്നു. എന്നാൽ ഒടുവിൽ നറുക്ക് ഹൈബി ഈഡന് വീഴുകയായിരുന്നു. KV തോമസ് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തുന്നതിനെ കോൺഗ്രസിലെ ഒരു വിഭാഗം വീണ്ടും എതിർത്തിരുന്നു. യുവതലമുറയ്ക്കായി KV തോമസ് വഴിമാറി കൊടുക്കണമെന്നായിരുന്നു അവരുടെ വാദം. KV തോമസിന് പകരമായി ഉയർന്ന പേരുകളിൽ മുന്നിട്ട് നിന്നത് എറണാകുളം MLA ഹൈബി ഈഡന്റേത് തന്നെയായിരുന്നു. സിറ്റിംഗ് MLAമാർ മത്സരിക്കേണ്ടെന്ന് നിലവിലെ തീരുമാനം മാറ്റിവെച്ചാണ് കോൺഗ്രസ് ഹൈബി ഈഡന് അവസരം കൊടുത്തിരിക്കുന്നത്. എന്നാൽ എറണാകുളം മണ്ഡലത്തിലെ നിർണായക സ്വാധീനമുള്ള ക്രൈസ്തവ സമുദായ സഭാ അധ്യക്ഷന്മാർ, മുസ്ലിം സമുദായ നേതാക്കൾ എന്നിവരുമായി KV തോമസ് പുലർത്തിയിരുന്ന അടുപ്പം ഹൈബി ഈഡന് ഇല്ല. SNDP NSS വിഭാഗങ്ങൾക്കും KV തോമസിനോട് എതിർപ്പില്ലാതിരുന്നത് അദ്ദേഹത്തിന് ഗുണം ചെയ്തിരുന്നു. സമാന രീതിയിലുള്ള ബന്ധങ്ങൾ ഹൈബി ഈഡനുമുണ്ടെന്ന് അനുകൂലികൾ അവകാശപ്പെടുന്നുണ്ട്. 2009 CPM സ്ഥാനാർത്ഥി സിന്ധു ജോയിക്കെതിരെ 11,790 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് KV തോമസ് വിജയിച്ചത്. എന്നാൽ 2014 ചിത്രം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. 87,047 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് LDFന്റെ ക്രിസ്റ്റി ഫെർണാണ്ടസിനെതിരെ KV തോമസ് വിജയം നേടിയത്. കേന്ദ്രമന്ത്രി എന്ന നിലയിലും രാജ്യത്ത് നടപ്പിലാക്കിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ അമരക്കാരനായതും KV തോമസിന്റെ ഭൂരിപക്ഷം ഉയരാൻ കാരണമായിരുന്നു. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പരിചിതനല്ലാത്ത ക്രിസ്റ്റി ഫെർണാണ്ടസിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ CPMൽ വലിയ എതിർപ്പും ഉയർന്നിരുന്നു. ഇത് തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രതിഫലിക്കുകയും ചെയ്തു. KV തോമസ് നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ട് പിടിച്ചെടുത്തിരുന്നുവെന്നാണ് ഫലം വ്യക്തമാക്കിയത്. ഇത്തവണ എറണാകുളം മണ്ഡലത്തിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് CPM ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ മുൻ രാജ്യസഭാ MPയും CPM ജില്ലാ സെക്രട്ടറിയുമായിരുന്ന P രാജീവനാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ഉണ്ടായ പ്രതിഷേധം ഇത്തവണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകാതിരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ CPM അവതരിപ്പിക്കുന്നത്. ഇത്തവണ എറണാകുളം മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമായിരിക്കും നടക്കുകയെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി എറണാകുളം മണ്ഡലത്തിൽ വ്യക്തി എന്ന നിലയിൽ സ്വീകാര്യതയുള്ള വ്യക്തിയാണ് P രാജീവ്. ഇത് കണക്കിലെടുത്താണ് ഇത്തവണ രാജീവിനെ തന്നെ കളത്തിലിറക്കാൻ തീരുമാനിച്ചതും. ചാലക്കുടിയാണ് രാജീവിന് കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്നതെങ്കിലും ഒടുവിൽ ചാലക്കുടിയിൽ ഇന്നസെന്റിനെ തന്നെ വീണ്ടും കളത്തിലിറക്കാൻ CPM തീരുമാനിക്കുകയായിരുന്നു. ഇതോടെയാണ് രാജീവ് എറണാകുളത്ത് മത്സരിക്കാൻ കളമൊരുങ്ങിയത്. NDAയിൽ BDJSനാണ് ഇത്തവണ എറണാകുളം സീറ്റ്. BDJSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോപകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥിയാവുകയെന്ന് അറിയുന്നു. SDPI നേരത്തെ തന്നെ VM ഫൈസലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് മണ്ഡലത്തിൽ ദിവസങ്ങൾക്ക് മുന്നേ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.